ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു ഭൗഭേളകഥതൈ ഏവ ഭവന്ന ധതൈ പൗമമ്യോ. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഓർഗനൈസേഷന്റെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ധവണനോധ ഭാഷോധ വധത യവധപണ് ധണനമാണ് മറവമാ. ഈ അവലോകനം 2025 ജൂലൈ 11 ലെ നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുതമപയ കോർപ്പറേഷൻ ധവണനോധ ധാശോധ വധത ഉപവിഭാഗത്തിൽ പെടുന്നു. ആപതോധോധയം ഇലക്ട്രോണിക്സ് 44 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10.9. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 3.9 പോയിന്റ്. നിങ്ങൾ ഇത് വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ യുഎസ് വിപണിയിലും മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. 9 എന്ന സ്കോറിനെതിരെ ധവണനോധ ധാശോധ വധത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. ധവണനോധ തവശോധ വധത ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും. ധവണനോധ തവശോധ വരച്ച മൈനസിന്റെ മാറ്റം കാണിച്ചു 18.5%. 27.7% എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വിപണി മൂലധനം ധവണനോധ ധാശോധ വധത മൂല്യം $5.45 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $2,451 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $1.94 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $369 ബില്യൺ. മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ധവണനോധ തവശോധ വധജ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.223%. പുസ്തക മൂല്യം മൂലധനം 0.526%. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ കടങ്ങൾ 0.136 ബില്യൺ. കമ്പനിയുടെ ഇക്വിറ്റിയുടെ 7% പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ്. കമ്പനിയുടെ ഡെറ്റ് സ്കോർ വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 16.5 ആണ്. 372.9 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $331 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $393 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 2.9 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 10.5 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $1.9 ബില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $2,190 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 17.5%. ഉപവിഭാഗത്തിന് ശരാശരി 2.8%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.358%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 61% കൂടുതലാണ്.
കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $3286,000. ഉപവിഭാഗത്തിന് $5294,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $199,700 ആണ്. ഉപവിഭാഗത്തിന് ശരാശരി $14,200. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് $1,142,000 ആണ്. ഉപവിഭാഗം $504,000. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും റേറ്റിംഗ് നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 1.9%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 4.2%. സാങ്കേതിക സൂചകം മധവ 14 കമ്പനിക്ക് 53% നിലവാരം കാണിക്കുന്നു. വധത ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം 65%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം $106 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില പ്രവചനം ഏകദേശം $123 ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവര സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുലമണമയോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി വധത സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണനബയ ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $106.33 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് സാമാന്യം നല്ല മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. അക്കിമിന്റെ സൂചിക മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത്. എടുക്കുക ലാഭം 132.02 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 80.64 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ഓഗസ്റ്റ് 10 എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വയമേവ ഉറപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ധറത നണന ധടപാതൻ വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡർ ആണ്. ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ അടച്ചു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ഗുരുടധങ്ങമയ